റെയ്മേ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ റഷ്യയിൽ വന്നിട്ട് പെട്ടുപോയ ആൾക്കാർ ഓരെങ്ങനെയാ പോകുന്നത്? ഓലൊക്കെ വരുന്നത് പറഞ്ഞാൽ ഏത് വിസയിലാന്ന് നമുക്കറിയില്ല. അതായത് ഒരു വരുന്നത് ചിലപ്പോൾ ഈ വിസയിലാവും, ബിസിനസ് വിസയിലാവും, ടൂറിസ്റ്റ് വിസയിലാവും. ഇതിലൊന്നും വന്നവർ കൺവേർട്ടിങ് നടക്കില്ല. അപ്പോൾ വർക്കിനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വർക്ക് വിസയിൽ മാത്രം വരിക. ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരിക. കുറെ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ ഏജൻസി പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏജൻസി പറയും ഇവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്നൊക്കെ. ഒരാത് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. ഒരു 100-ൽ 99% ഫേക്ക് ഏജൻസിയാണ്. പക്ഷേ ഈ അൺസ്കിൽഡായിട്ട് ഏജൻസി പറയുന്ന പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും സെറ്റല്ല. അതായത് എമൗണ്ട്, സാലറി ഇതൊന്നും പ്രോപ്പറായിട്ട് അവർ കിട്ടുന്നില്ല. പിക്ക് ചെയ്യാൻ പോലും ആൾക്കാരുണ്ടാവില്ല എയർപോർട്ടിൽ. ലാംഗ്വേജും അറിയില്ല. ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് വന്നിട്ട് ഒരു കാര്യമല്ല. എന്താ വെച്ചാൽ റെയിമേജ് പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഗേൾസ് ആണ്. അതെ, അല്ലേ? അതിനായിട്ട് ഗേൾസ് വരാൻ കാരണം ഈ ഏജൻസി പറഞ്ഞ് പറ്റിക്കണം അവരെ. ഗേൾസിനെ പറ്റിക്കാൻ സുഖമാണല്ലോ. അതാണ് ഇവര് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇവിടെ ലാംഗ്വേജ് യൂസേജ് വന്നാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അത് പറ്റും, ഇത് പറ്റുമെന്ന്. ഏജൻസി എന്താണോ പറയുന്നത് അത് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് വരികയാണ്. ഓരോ ഏജൻസിക്ക് വാങ്ങേണ്ട പൈസ ആയിട്ട് നമ്മൾ അന്തം പൊട്ടി. ചെറിയ വരുന്ന 6 ലക്ഷം രൂപ. ഇപ്പൊ ഗൾഫിലൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മലയാളീസിനും കാണാൻ പറ്റും. ഇവിടെ വന്നാൽ ഒന്നും പറ്റൂല. ഒരാൾ ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാവില്ല. ഒക്കെ അവനാന്റെ കാര്യം നോക്കി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ വീഡിയോ ലെങ്ത് ഉണ്ടാവുകൊണ്ട് നമ്മളിതിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പക്ക